കുക്കറിന് കുറച്ചിങ്ങോട്ട് മാറി ഞാൻ കക്കാടാണല്ലേ, കക്കാടുള്ള നാച്ചുറൽ ന്യൂട്രിയൻസിലാണ്. ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ കുട്ടികൾക്ക് വേണ്ടി ബേബി ഫുഡ് പ്രൊഡക്ട്സും കാര്യങ്ങളും നോക്കാറുണ്ട്. അത് നല്ല ഹൈജീനിക് ആയിട്ട് ഉണ്ടാക്കുന്നത് എവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഇവിടെ അങ്ങനെ ഒരു ഷോപ്പ് ഉണ്ട്. ഇവിടെ എല്ലാ കാര്യങ്ങളും ഹൈജീനിക് ആയിട്ട് കുറച്ച് ഉമ്മമാർ ചേർന്ന് നടത്തി ഉണ്ടാക്കുന്ന ഒരു ഷോപ്പാണ്. എന്തൊക്കെയാണ് ഇവിടെയുള്ള പ്രൊഡക്ട്സും കാര്യങ്ങളും ഒന്ന് പറഞ്ഞുതരുമോ? നമ്മളിവിടെ ബേബി ഫുഡ് ഐറ്റംസ് ആയിട്ടുള്ള റാഗിപ്പൊടി, മുളപ്പിച്ച് ഉണക്കി പൊടിച്ച റാഗിപ്പൊടി, അത് സ്വീറ്റ് പൊട്ടാറ്റോ, കുന്നങ്കായ ഒറിജിനൽ കുന്നങ്കായ, അതുപോലെ തന്നെ നവര, സൂചി ഗോതമ്പ്, പിന്നെ ചോളപ്പൊടി, അത്തരത്തിലുള്ള നേരിട്ടുള്ള ഐറ്റംസ്, അതേപോലെ തന്നെ പിന്നെ മിക്സുകളായിട്ടുള്ളത് ട്രാവൽ പാക്ക് അടക്കമുള്ള മിക്സുകൾ, അതിപ്പോൾ ബാർലി, സ്ട്രോബെറി, ഏത്തക്ക, അങ്ങനെയുള്ള മിക്സുകളൊക്കെ ഉള്ളതായിട്ടുള്ളതും. കുട്ടികൾ ഹെൽത്ത് മിക്സ് ഉണ്ട്, ന്യൂട്രി മിക്സ് ഉണ്ട്, നട്ട്സ് പൗഡർ ഉണ്ട്, ചെറിയ മീൽസ്, അതായത് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റട്ടെ നമുക്ക് യാത്രയിലായാലും അല്ലെങ്കിൽ വീട്ടിൽ നിന്നായാലും ഏറ്റവും വൃത്തിയോട് കൂടിയിട്ട് ഞങ്ങളെ മെഷീനിൽ ഉണക്കിയിട്ട്, ഡീഹൈഡ്രേറ്റ് മെഷീൻ ഉണ്ട്, അതിൽ ഉണക്കിയിട്ട് ഞങ്ങൾ തന്നെ പൊടിച്ച് പാക്ക് ചെയ്ത് എല്ലാ പ്രോസസ്സിങ്ങും ഇവിടെ നിന്ന് തന്നെ കംപ്ലീറ്റ് ആയിട്ടുള്ളത്. ഒന്നും ചെയ്യണില്ല, ഞങ്ങൾ പുറത്ത് മില്ലിൽ ഒന്നും യൂസ് ചെയ്യണില്ല, ഞങ്ങളത് തന്നെ ഉപയോഗിച്ചിട്ട് ചെയ്യുന്നതാണ് എല്ലാ പ്രൊഡക്റ്റും. ഇവരൊരു പ്രത്യേകത പറഞ്ഞാൽ ഇവർ ഫാമിലി ആയിട്ട് തന്നെ ഒരു തുടങ്ങിയ ഒരു കുഞ്ഞ് ബിസിനസ്സാണ്. കുഞ്ഞെന്ന് പറയാൻ പറ്റില്ല, ഇവിടെ ചെറിയൊരു ഷോപ്പൊക്കെ ഇട്ട് ഒരു അടിപൊളിയായിട്ട് കുറേ പ്രൊഡക്ട്സ് ഇവിടെ വെക്കുന്നുണ്ട്. അതൊരു മെയിൻ ഹൈലൈറ്റ് ആട്ടോ. ബാക്കി എന്തൊക്കെ പ്രൊഡക്ട്സാണ് നമുക്കുള്ളത്? ബാക്കി നമ്മൾ തന്നെ ഇവിടെ ചെയ്യുന്നത് ചുക്ക് മെഷീനിൽ, അതായത് ചുക്ക് പൊടിയുണ്ട്, കോഫി പൗഡർ ഉണ്ട്, നമ്മൾ തന്നെ വറുത്ത് പൊടിക്കുന്നതാണ്, ഗരം മസാല, ബിരിയാണി മസാല, പിന്നെ കമ്പപ്പൊടി, അച്ചാറുകൾ ചെറിയ രൂപത്തിൽ ചെയ്യുന്നുണ്ട്, കുറച്ചൊക്കെ പിന്നെ മറ്റുള്ള ഐറ്റം ചക്ക ഉണക്കിയിട്ട്, പിന്നെ നമുക്കിങ്ങനെ തേങ്ങ ചക്കൊക്കെ ഉണക്കണത്, അതായത് തേങ്ങ കൊപ്രാക്കിയിട്ടല്ല, ചിരവിയിട്ട് നമുക്ക് ഗൾഫിലൊക്കെ പോകുന്ന ആളുകൾക്ക് കൊണ്ടുപോകാൻ പറ്റിയ രൂപത്തിൽ, പിന്നെ ചെറുപയർ മുളപ്പിച്ച് പൊടിക്കുന്നതുണ്ട്. അങ്ങനെ എന്താണോ ആളുകൾക്ക് ആവശ്യമുള്ളത്, ഇങ്ങനെ പ്രത്യേകമായിട്ട് ഇങ്ങനെ ഹൈജീനിക്കായിട്ട് വേണ്ട സാധനങ്ങൾ എന്തൊക്കെ വേണോ, അത് കുരുമുളക്, ഇതെല്ലാം തന്നെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കാതെ നമ്മളടുത്ത് തന്നെ ഉള്ളതും നമ്മളെ തൊട്ടടുത്തുള്ള കർഷകരുടെ അടുത്ത് നമ്മൾ കളക്ട് ചെയ്യാനുള്ള സാധനങ്ങളാണ്. അല്ലാതെ നമ്മൾ വേറെ ഷോപ്പുകൾ വ്യാവസായികമായിട്ടുള്ള ഒരു പരിപാടി ഇതൊന്നും എടുത്തതല്ല, ഒക്കെ നമ്മളടുത്ത് തന്നെയുള്ള നമ്മൾ തൊട്ടടുത്ത് നമ്മളടുത്തുള്ള സാധനങ്ങൾ, കൂവപ്പൊടി, നാടൻ കൂവപ്പൊടി. നമ്മളടുത്തുള്ളതും നമ്മുടെ തൊട്ട അയൽവക്കങ്ങളിലുള്ളതും, അതേപോലെ ഇങ്ങനെ ചെറിയ കർഷകരുടെ അടുത്ത് നമ്മൾ വീട്ടിൽ പോയി നമ്മൾ കളക്ട് ചെയ്യുന്ന സാധനങ്ങളാണ് ഉള്ളത്. ഇത് സ്ട്രോബെറി ഉണക്കിയത്, അതേപോലെ ഇത് സ്വീറ്റ് കോൺ ഉണ്ട്. ഇത് പിന്നെ നമ്മളൊരു മെയിൻ ഐറ്റം തന്നെയാണ് റൈപ്പ് ബനാന പൗഡർ, അതായത് പഴുത്ത പഴം ഉണക്കി പൊടിച്ചത്. അതാണ് ഉണക്കി പൊടിച്ച പൊടിയാണ് ഇത്. അതായത് പഴുത്ത പഴം ആ മെഷീനിൽ മാത്രമേ ഉണങ്ങുള്ളൂ. അത് ഉണക്കിയ സാധനമാണത്. പക്ഷെ ഫിഗ് മുമ്പ് ബനാന ഫിഗ് ഒക്കെ ആയിട്ട് കൊടുത്ത, പക്ഷെ ഞങ്ങൾ കുട്ടികൾക്ക് ആയതുകൊണ്ട് റൈപ്പ് ബനാന പൗഡറാണ്. പനംപൊടി, അതേപോലെ തന്നെ ഈന്തുപൊടി, പിന്നെ പൂളപ്പൊടി. ഇത് നമ്മൾ 6 മന്ത് പൂർത്തിയായ കുട്ടികൾക്ക് ഫസ്റ്റ് കൊടുത്തു തുടങ്ങാനുള്ളതാണിത്. ഇതിൽ നമ്മൾ ഇതിൽ ഉണക്കി പൊടിച്ചതിന് ശേഷം ഉമി തുണിയിലിട്ട് കളഞ്ഞു വെച്ചതാണ്. അപ്പോൾ ഇത് കിട്ടുന്ന ആളുകൾക്ക് ഇനി എന്ത് ചെയ്താൽ മതി, നേരെ ഇത് പിന്നെ അവർക്ക് പിന്നെ ഫുഡ് നേരെ കൊടുത്താൽ മതി. അങ്ങനെയാണ് റാഗി ഇപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്നതിന്റെ രീതി ആട്ടോ പറഞ്ഞേ. അതേപോലെ തന്നെ ഇതെന്താ വേറെ പാക്കിംഗ് ആണോ, പാക്കിങ്ങിന്റെ മാറ്റമാണോ? ഇത് സാധാ ഉമി കളയാത്തതാണ്. വലിയ ആളുകൾക്ക് ആകുമ്പോൾ ഉമി കളയേണ്ട ആവശ്യമില്ല. കുറച്ചും കൂടി 8-10 മാസമായ കുട്ടികൾക്ക് ഉമി കളയേണ്ട ആവശ്യമില്ല. അതേപോലെ ഈ ബീട്രൂട്ട് പൊടിയൊക്കെ ബീട്രൂട്ട് പൊടിയൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ഇതേപോലെ തന്നെ മെഷീനിൽ, നമ്മൾ ഡീഹൈഡ്രേറ്റ് മെഷീനിൽ ഇട്ടിട്ട് അതിന് ആ വെള്ളത്തിന്റെ കണ്ടന്റ് കഴിഞ്ഞിട്ട് ഉണങ്ങി കിട്ടിയ സാധനം ഇത് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാം. ഒപ്പം തന്നെ ഫേസ് പാക്കിലൊക്കെ ഉപയോഗിക്കാനാണ്. പിന്നെ അതിൽ പോണത് ബീട്രൂട്ടും, ഇതൊക്കെ ക്യാരറ്റിന്റെ പൊടിയാണെങ്കിലും ഇവിടെ എങ്ങനെ ഒക്കെ ഞങ്ങൾ തന്നെ ഇത് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കാനുള്ളതായതുകൊണ്ട് ഞങ്ങൾ ആദ്യം എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇത് പിന്നെ സുർക്കയും ഉപ്പുള്ള വെള്ളത്തിൽ ഇട്ട് വെക്കും. എന്നതിന് ശേഷം 1 മണിക്കൂർ കഴിഞ്ഞിട്ട് പീല് ചെയ്തിട്ടാണ് പിന്നെ വീണ്ടും കഴുകിയിട്ടാണ് പൊടിക്കണത്. കാരണം അതിലൊക്കെ മരുന്നുകൾ ഉണ്ടായിരിക്കും, നമ്മളെ കയ്യിലുള്ള സാധനമല്ല ബീട്രൂട്ടും ക്യാരറ്റും ഒന്നും. അപ്പോൾ നമുക്കതിന് എങ്ങനെയാണ് അതിലത്തെ വിഷം കളയാൻ പറ്റുകയെന്ന് വെച്ചാൽ അങ്ങനെ മാത്രമേ കഴിയുള്ളൂ. ഉപ്പും അതുപോലെ സുർക്കയിലൊക്കെ ഇട്ട് വെച്ചിട്ട് 1 മണിക്കൂർ ഇട്ട് വെച്ച് പീല് ചെയ്തതിന് ശേഷമാണ് നമ്മൾ പൊടിയാക്കുന്നത്. ഇപ്പോഴത്തെ ഒരു മെയിൻ ആയിട്ടാണ് ഈ കാണുന്ന ചക്കേന്റെ പൊടി. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾ ചിന്തിക്കുന്നത്? അതും ഇത് മൂത്ത ചക്ക ഉണക്കി പൊടിച്ചതല്ല, ഇത് നമ്മൾ ചക്കന്റെ കുരുവും ചെവലെല്ലാം അടക്കം നമ്മൾ മൂപ്പ് ആവണതിന് മുമ്പ് തന്നെ ആ ചക്കന്റെ തോല് മാത്രം ചെത്തി കളഞ്ഞിട്ട് ഉണക്കിയിട്ട് പൊടിച്ചതാണ്. അപ്പോൾ ആ ചക്കന്റെ എല്ലാ ഫലവും ഇതിലുണ്ടായിരിക്കും. 10-21 ധാന്യക്കൂട്ടുകൾ കൂട്ടി പൊടിച്ചെടുത്തതാ ഒരു ഹെൽത്ത് മിക്സിന്റെ ഒരു കിറ്റ് അവിടെ കാണാം. ഇതെങ്ങനെയാണ്, ഇത് എന്തൊക്കെയാണ്, എന്തിനാണ്, ആർക്കാണ്, എങ്ങനെയാണ് ഇതിന്റെ ആവശ്യകതയൊക്കെ പറയുന്നത്? ഇത് നമ്മൾ കുട്ടികൾക്ക് ഉണ്ടാക്കുന്നുണ്ട്, അതേപോലെ തന്നെ പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീകൾക്കും ഉള്ളതുണ്ട്. ഇത് വലിയവർക്കുള്ളതാണ്. ഇതിൽ ഏകദേശം ഒരു 21 ഐറ്റംസ് ഉണ്ട്. അതായത് ബാർലി, ചോളം, തെന, ചാമ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കമ്പം, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരു 21 ഐറ്റംസ് ഇതിൽ ഇതാക്കിയിട്ട് അതിൽ നമ്മൾ പൊടിച്ചെടുക്കുന്നതാണ് ഇത്.
ഉണക്കിയിട്ട് കഴുകി ഓരോന്നും കഴുകി വറുത്തിട്ട്, അതായത് കുറച്ച് ഒരു പകുതി മുക്കാൽ ഇതിൻ്റെ വേവ് ആയിട്ടുണ്ട്. ഇനി ഇത് എന്ത് ചെയ്താൽ മതി, ഇത് നേരിട്ട് കഴിക്കാം. എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഇത് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ഇത് നേരിട്ട് അവർക്ക് കഴിക്കാം. നമ്മൾ സ്വതവേ ഇത് നാച്ചുറലി വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ് ആയതുകൊണ്ട് ഇനി ചെറിയൊരു കാര്യമുണ്ട്. നിങ്ങൾ നേരത്തെ ഇതിന് പ്രൊഡക്റ്റിൻ്റെ ഓർഡറും കാര്യങ്ങളും കൊടുക്കണം. അതിന് റീസൺ ഉണ്ട്, എന്താണെന്ന് പറഞ്ഞത്, എന്താ പറഞ്ഞത്? അതായത് നമുക്കിപ്പോൾ ഈ രാഗി അതേപോലെ തന്നെ കുന്നക ഇത്തരം ഇതൊക്കെ നന്നായിട്ട് ഉണക്കി പിടിക്കുക 6 മാസം വരെ അതിന് എക്സ്പയർ ഡേറ്റ് ഉണ്ടായിരിക്കും. പക്ഷേ ഇങ്ങനെ മിക്സുകളുണ്ട്, ഗോതമ്പ്, പിന്നെ ബദാം, ഈത്തപ്പഴം, ബാർലി, സ്ട്രോബെറി, ഏത്തക്ക, അതേപോലെ ട്രാവൽ പാക്ക്, സെറിലാക്ക്, ഇത്തരമുള്ള ഐറ്റംസ് ഒക്കെ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഓർഡറിനനുസരിച്ച് 2 ദിവസം കൊണ്ട് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക ചെയ്യാം. അത് ഒരുപാട് സമയം നമുക്ക് ഇങ്ങനെ പുറത്ത് ഉണ്ടാക്കി വെക്കാനും പറ്റില്ല. അതൊക്കെ കസ്റ്റമൈസ്ഡ് പ്രോഡക്റ്റ് ആണ്. എന്താണ് അവർക്ക് ആവശ്യം, അതേപോലെ തന്നെ നട്സുകളൊക്കെ ആയാലും ചിലപ്പോൾ കുട്ടികൾക്ക് അലർജി ഉള്ളവരൊക്കെ ഉണ്ടായിരിക്കും. അവർക്ക് ഏതെങ്കിലും അതിന് ഐറ്റംസ് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കിയിട്ടാണ് നമ്മളത് പൊടിച്ചു കൊടുക്കുക. അപ്പോൾ ഓർഡർ കിട്ടിയാലും നമ്മൾ ഓൺലൈൻ ഡെലിവറി ഉണ്ട്. അപ്പോൾ ഓൺലൈനിൽ നമുക്ക് അവർ വാട്സപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 2 ദിവസം കൊണ്ട് നമ്മളത് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യാം. അതായത് ഈ പൗഡേഴ്സും കാര്യങ്ങളും നിങ്ങൾ പറയുന്ന ഓർഡറിൽ, അതായത് നിങ്ങൾക്ക് വേണ്ട ധാന്യങ്ങൾ വെച്ചിട്ട് സെറ്റ് ചെയ്ത് അത് അല്ലേ, അങ്ങനെയല്ലേ, അങ്ങനെ ആ രീതിയിൽ നിങ്ങൾക്ക് അയച്ചാലും കോൺടാക്ട് നമ്പർ താഴെ കൊടുക്കാം കേട്ടോ. അതേപോലെ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് ഇപ്പോൾ വീട്ടിലേക്കാണെങ്കിലും എത്തിച്ചേരും. ഓൺലൈൻ ഡെലിവറി പോസ്റ്റൽ ത്രൂ ഇവർ ചെയ്യുന്നതാണ്. കൂടാതെ നമുക്കിപ്പോൾ പ്രൊഡക്റ്റ് കാര്യങ്ങൾ എത്ര ക്വാണ്ടിറ്റിയിൽ വേണമെങ്കിലും ഇവർ ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. അതൊന്നും നിങ്ങൾ മറക്കണം. നമുക്ക് നാച്ചുറലായിട്ടൊരു നല്ല പ്രൊഡക്റ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് നമ്മളെ വീട്ടിൽ ഉമ്മമാരൊക്കെ ചേർന്ന് അടിപൊളിയായിട്ടാണ് ഇവർ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. എല്ലാം നല്ല ഹൈജീനിക് ആണെന്നുള്ളത് ഗ്യാരണ്ടീഡ് ആണ്. നമ്മളെ നാട്ടുകാരാണ് വിശ്വസ്തയോടെ സാധനങ്ങൾ വാങ്ങുക. ലൊക്കേഷൻ നമ്മുടെ മുക്കത്ത് കക്കാട് തന്നെയാണ്. അപ്പോൾ കോൺടാക്ട് നമ്പറും ഡീറ്റെയിൽസും താഴെ കൊടുക്കാം. അപ്പോൾ നിങ്ങളും കോൺടാക്ട് ചെയ്ത് നോക്കുക, പ്രൊഡക്റ്റൊക്കെ ഓർഡർ ചെയ്യുക. ബൈ ഫ്രം നന്ദിട്ടം ബ്ലോഗർ.